ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്നുണ്ട് അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ മീനാക്ഷി മിത്രയും കൂടി തീരുമാനിക്കുകയാണ് അമ്മേനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി വിചാരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി മിത്രയും കൂടി ലെറ്റർ എഴുതുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്: അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യമൊക്കെ ആകെ കുഴഞ്ഞു മറിയാണ്, അമ്മക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അമ്മ എത്രയും പെട്ടെന്ന് വരണം. അച്ഛൻ്റെ അവസ്ഥയും ഭയങ്കര ഇതാണ്, വാശി കാണിക്കുന്നുണ്ടെങ്കിലും അമ്മയില്ലാതെ അച്ഛനെ പറ്റുന്നില്ല, ഞങ്ങൾ മക്കൾക്കും അമ്മയില്ലാതെ പറ്റുന്നില്ല, അമ്മേനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ എടുത്ത് പാട്ടോ. അപ്പം നമ്മുടെ മിത്ര പറയുന്നുണ്ട്, ഒരു ഫോൺ വിളിച്ചെങ്കിൽ അത് മതിയായിരുന്നു അല്ലേ മീനാക്ഷി എടുത്തി. അതെ, ഫോണിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എഴുത്തിലൂടെ പറയാം. എഴുത്ത് വായിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്, ഫോണിലൂടെ പറയുമ്പോൾ അത്ര ഒരു ഇത് കിട്ടില്ല. അത് ശരിയാണ് മീനാക്ഷി എടുത്ത് പറഞ്ഞത് എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇത് എങ്ങനെയെങ്കിലൊക്കെ അമ്മയുടെ കയ്യിലേക്ക് എത്തിക്കണമല്ലോ, അതെങ്ങനെ എത്തിക്കും എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കണം. അപ്പച്ചിയുടെ കൂടെ എപ്പോഴും അലോക് ഏട്ടനോ അല്ലെങ്കിൽ ചിറ്റപ്പനോ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. മിക്കവാറും ചിറ്റപ്പനും അലോകും അതുപോലെ തന്നെ ചിറ്റയും കൂടെ കൂടിയിട്ട് അപ്പച്ചിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും. നമുക്കിത് എങ്ങനെ കൊടുക്കാൻ പറ്റും മീനാക്ഷി എടുത്തി എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയണ്ടേ, സാരില്ല, അമ്മ ജനലരികിലോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ അങ്ങനെ ഇറങ്ങുമല്ലോ, അപ്പം കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്തുനിന്ന് പോയി നോക്കാം, അമ്മ എങ്ങാനും പുറത്തിറങ്ങുവാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലൊക്കെ അമ്മേനെ ഏൽപ്പിക്കാം എന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടിയിട്ട് ജസ്റ്റ് അവിടെ വാതിക്കൽ വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഗോമതി പുറത്തിങ്ങനെ നോക്കിക്കൊണ്ട് കാഴ്ചയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കാനും പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ഗോമതി കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വല്ലവനും കല്ലുമായതൊന്നും കേട്ടില്ലേ മിത്ര നീ? അത് പുല്ലുമായതോന്നല്ലേ? ഇപ്പം ഇവിടെ കല്ല് മതി, ഒരു കല്ലെടുത്തിട്ട് ഈ പേപ്പറിൽ ചുരുട്ടിയിട്ട് അമ്മയ്ക്കറിയാം. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് പറയണം. പതിക്കലറിയണ മീനാക്ഷി എടുത്തി തലയിലൊന്നും കൊള്ളല്ലേ, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ എന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷി ആ ലെറ്റർ ഒരു കല്ലിൽ പൊതിഞ്ഞിട്ട് ഗോമതിയുടെ നേർക്കൊരു ഒറ്റ എറിയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് അലോക് വരുന്നുണ്ട്. അലോകിന്റെ നെഞ്ചത്താട്ടോ ആ കല്ല് കൊള്ളുന്നു, അയ്യോ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലോകിനെ മനസ്സിലായി. അലോക് നോക്കുമ്പോഴേക്കും മീനാക്ഷി മിത്രം കൂടെ അകത്തേക്ക് ഓടിപ്പോട്ടോ. അലോകിനെ മനസ്സിലായി അവരെന്തോ എഴുതിയിട്ടാണ് ഇത് കൊടുത്തതെന്നുള്ള കാര്യം അവർക്ക് അലോകിനെ മനസ്സിലായിട്ടോ. അലോക് വേഗം നമ്മുടെ ഗോമതി കാണാതെ ആ ലെറ്റർ എടുത്ത് പോക്കറ്റിൽ വെക്കണിട്ട് ആ കല്ല് മാത്രം കാണിച്ചിട്ട്, അതെ അപ്പച്ചി ഇത് നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് എവിടെ നിന്ന് വന്നു ഈ കല്ല്? അതെ അപ്പുറത്തന്നെ ആ ശ്രീകലാൻറ്റി എറിഞ്ഞതാണ് അപ്പച്ചീനെ, എൻ്റെ നെഞ്ചത്ത് വന്ന് വീണു. സ്ത്രീകൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എൻ്റെ അപ്പച്ചി എന്താ വിചാരിക്കണത്? അവർക്ക് നല്ല ധൈര്യം. അവരപ്പച്ചി വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ത്രീയേ അല്ല. കണ്ടില്ലേ കല്ലെടുത്തെറിഞ്ഞത്? അപ്പച്ചി അകത്തേക്ക് കയറിയിരിക്കും, ചിലപ്പോൾ അവർ ഇനിയും കരിങ്കല്ലെടുത്തെറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിനും കൂട്ടിക്കൊണ്ട് അലോക് അകത്തേക്ക് പോവാട്ടോ. മിത്ര പറയുന്നുണ്ട്, ഷോ അലോകേട്ടൻ അത് വായിച്ചു നോക്കി ആകെ പ്രശ്നമാവുമല്ലോ. എന്ത് പ്രശ്നമാവാൻ? ഒരു പ്രശ്നമില്ല. അതിന് അവനാർക്കാ പേടി? അത് ശരിയാ, അവൻ എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളുടെ അമ്മക്ക് നമ്മളൊരു ലെറ്റർ എഴുതി, അതിനിപ്പോൾ അവൻ എന്താ എന്നൊക്കെ പറയണം. അങ്ങനെ അലോക് ആ ലെറ്റർ വായിച്ചു നോക്കുന്നുണ്ട്. അലോക് ഒരു പുച്ഛത്തോട് കൂടി തന്നെ ആ ലെറ്റർ വലിച്ച് കയറി അവിടെ വെള്ളത്തിലേക്ക് എറിയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനന്ദിനെ കാണാൻ വേണ്ടി റോഡരികെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആനന്ദ് വരുന്നുണ്ട്. എന്താണ് ആര്യാന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദിയുടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണെന്ന് പറയാണ്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയണ്ട, ഞാനിന്ന് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേ നമ്മുടെ ആകാശേട്ടനും അതുപോലെ തന്നെ രവീന്ദ്രൻ, അത് നമ്മുടെ മീനാക്ഷി എടുത്തിട്ട് അച്ഛനല്ലേ രവീന്ദ്രൻ, ആ പുള്ളിക്കാരനും കൂടിയിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ നിൽക്കുക. നമ്മുടെ കോമൽ സ്റ്റോഴ്സിന് തൊട്ട് അപ്പുറത്തുള്ള ഒരു അടച്ചുപൂട്ടിയ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അതിന് മുമ്പിൽ. ഞാൻ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴേ അത് ആകാശേട്ടന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ പോവാണെന്നാ പറഞ്ഞ മീനാക്ഷി എടുത്തിട്ട് അച്ഛൻ. നമ്മുടെ ആകാശിന് വേണ്ടിട്ടോ? അതെ, അവര് അവിടെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സ്ഥലമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആകാശ് ഒന്നും പറഞ്ഞില്ലേ? ആകാശേട്ടനും അയാളുടെ കൂടി സംസാരിക്കായിരുന്നു. എനിക്ക് വല്ലത്തെ അത്ഭുതം തോന്നുന്നു ആനന്ദേട്ട, ആകാശേട്ടന് ഇങ്ങനെ മാറിയെന്ന് ആലോചിക്കുമ്പോൾ. ആനന്ദ് പറയണ്ട്, ഷോ നീ പറഞ്ഞത് കേട്ട് എനിക്കും എന്തോ പോലെ ആവാണ്, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ആകാശിനെ കണ്ട് സംസാരിച്ചാലോ? വേണ്ട ഇപ്പൊ സംസാരിക്കണ്ട, ഇപ്പൊ സംസാരിച്ചാൽ ഞാൻ പറഞ്ഞിട്ട് വിളക്കി വിട്ടേന്നൊക്കെ പറയും. പിന്നെ ആ രവീന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആകാശേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ അയാൾ പുള്ളിക്കാരനുള്ളപ്പോൾ ആകാശേട്ടന് ഒന്നും മിണ്ടാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം, ആകാശേട്ടനൊന്നും മിണ്ടൂല. ആകാശേട്ടന്റെ സ്വഭാവം ആകെ മാറി, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളേ അല്ല ഇപ്പൊ ആകാശേട്ടൻ എന്ന് പറയണം. അത് നീ പറഞ്ഞ ശരിയാടാ, എനിക്കും നല്ല മാറ്റം തോന്നുന്നുണ്ട്. പക്ഷെ മീനാക്ഷിക്ക് മാറ്റമൊന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ട, അതെ മീനാക്ഷിക്ക്, ആകാശല്ല ആര്യം പറയണ്ടേ, അതെ മീനാക്ഷി അടുത്തേക്ക് മാറ്റമൊന്നുമില്ല. മീനാക്ഷി അടുത്ത് ദൈവമംഗലത്തിന് നല്ലത് വരണമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ ആകാശേട്ടൻ ആകെ മാറി. സാരമില്ലടാ, നമുക്ക് ആകാശിന് വീട്ടിലേക്ക് വരില്ല, ഞാനൊന്ന് അവനോട് സംസാരിക്കാമെന്ന് പറയാണ്. സംസാരിച്ചിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ വീട് ആകെ മാറി മറിയാൻ പോവാ പോലെ എനിക്ക് തോന്നുക ആനന്ദേട്ടെന്ന് പറയുമ്പോൾ. നീ വിഷമിക്കലടാ ആര്യ, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആര്യനൊരു ഡെലിവറി മെസ്സേജ് വരുവാണ്. ചേട്ടാ എന്നാൽ ഞാൻ പോയിട്ട് വരാം, ഒരു മെസ്സേജ് വന്നു. ശരി നീ പോയിട്ട് വാ എന്ന് പറയണം. അങ്ങനെ ആകാശ് ആര്യൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ആനന്ദ് മനസ്സിൽ വിചാരിക്കണം, ഷോ എന്നാൽ ആകാശിന്റെ മാറ്റേ എന്തായാലും അവന് വരട്ടെ, ഇന്ന് എന്തായാലും അവനോട് സംസാരിച്ചേ പറ്റൂ എന്ന് ആനന്ദും തീരുമാനിക്കാട്ടോ. അതിനുശേഷം നമ്മുടെ അലോകും അനന്തനും
അച്യുതനൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയണ്ട, അനന്തേട്ടാ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഗോമതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ സ്വത്തുക്കൾ നമ്മൾ വാങ്ങിച്ചെടുത്തേ പറ്റൂ. പക്ഷേ അവളത് തരുമെന്ന് എനിക്ക് തോന്നണില്ലടാ, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അവൾ തരത്തില്ലെന്നൊക്കെ വരും. അതെ അതെ, അത് സത്യം അറിയിക്കാതെ വേണം നമ്മളത് മേടിച്ചെടുക്കാനായിട്ട് എന്ന് അലോക് പറയാണ്. അതെങ്ങനെ മേടിച്ചെടുക്കുമെന്ന് നീ പറയണത്? എങ്ങനെ കള്ളൊപ്പിടുന്ന കാര്യമൊക്കെയാണ് അലോക് നീ പറയണത്? ഓ, കള്ളൊപ്പൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കില്ല എൻ്റെ വലിയ ഈ കാലത്ത്. അതുകൊണ്ട് കള്ളൊപ്പിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വേറൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ ഇപ്പം സമ്മതിക്കില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഐഡിയയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അത് പ്രാവർത്തികമായില്ലെങ്കിൽ എൻ്റെ ഐഡിയ ഞാൻ ഉപയോഗിക്കാം, അതെന്തായാലും സക്സസ് ആവും. എടാ, നീ ഐഡിയ എന്താന്ന് പറ. അതെ, നമ്മൾ ബാങ്കിൽ പോകുമ്പോഴും ലോൺ എടുക്കാൻ പോകുമ്പോഴും ആധാരം തിരിച്ചെടുക്കാൻ പോകുമ്പോഴൊക്കെ ആള് വേണം എന്ന് മാത്രമേ ഉള്ളൂ. ആളിപ്പോൾ കിടപ്പ് രോഗിയാണെങ്കിൽ കിടപ്പ് രോഗിനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആള് വേണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ആൾ ഏത് അവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? അതൊക്കെ ഞാൻ വഴിയെ പറയാന്നേ. ഇപ്പം നമുക്കൊന്ന് ആലോചിക്കാം അതിനെക്കുറിച്ച് എന്നൊക്കെ പറയണം. ഒരു കാര്യം ഉറപ്പാണ്, അലോക് ആ തളർന്ന് ഗോമതി കിടക്കുന്ന സമയത്ത് എല്ലാവരും കൂടി പൊക്കിക്കൊണ്ട് പോകണില്ല. അത് പാലിലെന്തോ മയക്കുമരുന്നോ അല്ലെങ്കിൽ മയങ്ങണെന്തോ സംഭവം ചേർത്തിട്ടാണ് ഇവര് രജിസ്റ്റർ ഓഫീസിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ രജിസ്ട്രാർ ചോദിക്കുമ്പോൾ പറയാലോ തളർന്ന് കിടക്കുന്ന സ്ത്രീയാണ് എന്ന് പറയാലോ. അപ്പൊ അതിനെ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രയോഗം അവർ ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ബാലൻ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ബാലൻ വിചാരിക്കും ഗോമതിക്ക് എന്തോ വലിയ അസുഖം വന്നു, അയ്യോ എൻ്റെ ഗോമതിക്ക് വലിയ അസുഖം എന്തോ വന്നു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാണ്. അങ്ങനെ ഗോമതിയുടെ പിന്നാലെ ഓടാണ് ബാലനും അതുപോലെ തന്നെ ആനന്ദും ആകാശില്ല ആര്യനും കൂടിയിട്ട്. അപ്പൊ ഇവരുടെ വിചാരം അമ്മക്ക് എന്തോ അസുഖം വന്നത്. പക്ഷെ ശരിക്കും ഗോമതിക്ക് അസുഖമൊന്നുമല്ല. ഗോമതിനെ കൊണ്ട് സ്വത്തുക്കളൊക്കെ തിരിച്ച് മേടിപ്പിക്കാൻ വേണ്ടി തളർവാദം വന്ന ഒരു രോഗീനെ പോലെ കൊണ്ടുപോവുകയാണ് രജിസ്ട്രാറിന്റെ ഫ്രണ്ടിലേക്ക് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു ഭാഗമാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. അതേസമയം ആര്യനാണെന്ന് എന്തോ വലിയൊരു അപകടം പറ്റുന്നുണ്ട്. അപകടം പറ്റി ആര്യനും സീരിയസ് അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ശരിക്കും ബാലന് തലക്ക് ഭ്രാന്ത് പിടിക്കാട്ടോ. ആര്യന്റെ അവസ്ഥ സീരിയസ് ആണെന്ന് ഡോക്ടർ പറയുകയാണ്. മിത്ര ഓടി വരുന്നുണ്ട് ബാലനെ ഇപ്പൊ പറയണ്ടെങ്കിൽ എന്ത് പറ്റിയെങ്കിൽ ആര്യൻ എന്ത് പറ്റുന്നൊക്കെ പറയുമ്പോൾ മിത്രനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് ബാലൻ. പക്ഷെ എന്നാൽ ബാലന്റെ മനസ്സിൽ വല്ലാതിട്ട് പേടിയാവാണ്. ഈശ്വര, എൻ്റെ മോൻ ഏറ്റവും കൂടുതൽ ഞാൻ അടുപ്പിക്കാത്തൊരു മോനാണ് എൻ്റെ ആര്യൻ മോൻ. പക്ഷെ അവനതിന് പറ്റിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ നല്ലൊരു മനസ്സാണ്, ആരെയും വേദനിപ്പിക്കണം അവനെ കഴിയില്ല. എപ്പോഴും ദൈവമംഗളം നന്മ മാത്രമേ അവൻ മുമ്പിൽ കണ്ടിട്ടുള്ളൂ. എന്നെയും ഗോമതിനൊക്കെ അവനെ ജീവനാണ്, ഭാര്യന്റെ ജീവനാണ്. ഈശ്വരൻ അവനൊന്നും വരുത്തല്ലേ എന്നൊക്കെ പണ്ടാണ് ബാലൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഗോമതിയാണെന്നുണ്ടെങ്കിലും സുഖമില്ലെന്ന രീതിയിൽ ബാലൻ അങ്ങനെ ഹോസ്പിറ്റലിൽ ഗോമതിനെ കാണാൻ വേണ്ടിയും ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങാട്ടെ. എൻ്റെ ഗോമതിനെ എവിടെയാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്, ഗോമതിക്ക് എന്ത് മാരക അസുഖമാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം. അപ്പൊ ഗോമതിക്ക് എന്തൊരു അസുഖം ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നുണ്ട് അലോകും അതുപോലെ തന്നെ നമ്മുടെ അനന്തനും അച്യുതനും കൂടിയിട്ട് സ്വത്തുക്കൾ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അസുഖമുള്ള സ്ത്രീയാണ്, തളർവാദം വന്ന സ്ത്രീയാണെന്ന് പറഞ്ഞാൽ സ്വത്തുക്കളൊക്കെ തിരിച്ചു മേടിച്ചെടുക്കാമല്ലോ. അതാണ് അവരുടെ തന്ത്രം കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡും ഇനി വരാൻ പോകുന്ന ഭാഗമാണ് പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.